നമസ്കാരം. MOPയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വീണ്ടും നമ്മൾ ചെയ്യുന്നത്. നേരെ ചോദ്യത്തിലേക്ക് കടക്കാണ്. ആദ്യത്തെ ചോദ്യം: എക്കണോമി ലേബലുകൾ താഴെ പറയുന്നവയിൽ എന്തിനാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? അപ്പൊ എക്കണോമി ലേബലുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കവറ് ഒരു ജില്ലാ ഓഫീസിൽ നിന്ന് നമ്മുടെ ഓഫീസിലേക്ക് ഒരു തപാൽ വന്നു. അപ്പോൾ അത് തപാലെല്ലാം പൊളിച്ചു കഴിയുമ്പോൾ ആ കവറിന്റെ ഒട്ടിച്ചെല്ലാം ഫ്ലാപ്പെല്ലാം പൊളിച്ചു കഴിയുമ്പോൾ അത് ഫ്രീ ആയി. ആ കവറിന്റെ പുറത്ത് ബാക്ക് സൈഡിൽ ഒരു ഫ്ലാപ്പ് ഒട്ടിച്ചിട്ട് ഇങ്ങോട്ട് മടക്കും. എന്നിട്ട് ഇങ്ങോട്ട് വന്ന അഡ്രസ്സ്, ആ വെള്ള പേപ്പർ ഈ ഫ്ലാപ്പ് വെച്ച് ഇങ്ങോട്ട് മടക്കുമ്പോൾ ആ അഡ്രസ്സ് ഒക്കെ മായും. എന്നിട്ട് പുതിയതായിട്ട് അഡ്രസ്സ് എഴുതുമ്പോൾ ഈ വെള്ള പേപ്പറിന്റെ മുകളിൽ എഴുതാം. അപ്പോൾ അതാണ് എക്കണോമി ലേബൽ എന്ന് പറഞ്ഞത്. ഇത് മുൻകാലങ്ങളിൽ സാധാരണഗതിയിൽ OAമാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കവറുകൾ ഉണ്ടാക്കി വെക്കും. ചെറിയൊരു വെള്ള പേപ്പർ മതി, വെള്ള കഷ്ണം പേപ്പർ മതി ഒരു കവർ ഉണ്ടാക്കുക. പഴയ കവറുകൾ വന്ന ഇഷ്ടം പോലെ ഉണ്ടാവും. ഇന്നിപ്പോൾ അതൊക്കെ തന്നെ കുറവാണ്. എല്ലാം മെയിലായി, കാര്യങ്ങളൊക്കെ പിന്നെ ഓൺലൈനായി, കവറുകൾ വരാതായി. ഇപ്പൊ ശരിക്കും എക്കണോമിക് ലെവലും തീരെ കുറവാണ്. പിന്നെ മാത്രമല്ല, അന്നൊക്കെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. തുച്ഛമായ വരുമാനം, തുച്ഛമായ ശമ്പളം, ഓഫീസ് എക്സ്പെൻസിനൊക്കെ ചെറിയ പൈസ. അപ്പൊ ഇതൊക്കെ രീതിയിൽ 50 പൈസയോ 1 രൂപയോ കവറിന് വേണ്ടി മുടക്കണ്ട. അപ്പോൾ ഇത്തരം കവറുകളാണ് ഉപയോഗിക്കുക. ഈ കവറിനകത്തിട്ട് ഈ ഫ്ലാപ്പ്, ഈ വെള്ള പേപ്പറിന്റെ ഫ്ലാപ്പ് ഇങ്ങോട്ടങ്ങ് മടക്കും. അപ്പോൾ എന്നിട്ട് അതങ്ങ് ഒട്ടിക്കുക. അത് ഒട്ടിച്ച് കഴിയുമ്പോൾ ഈ പിന്നെ പണ്ട് കാലത്തെ ഒരു കറുത്ത പശയുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് പശയൊക്കെ വില കുറഞ്ഞല്ലേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. അതൊക്കെ പരത്തി അങ്ങ് തേക്കും. ഈ കശുമാവിൽ നിന്ന് കിട്ടുന്ന പശയില്ല എന്നൊക്കെ പറഞ്ഞ മാതിരി അതുപോലത്തെ പശയാണ്. ഈ വൈറ്റൊക്കെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് വീണ്ടും അഡ്രസ്സ് എഴുതാം. ഈ കവറ് ജില്ലാ ഓഫീസിലെത്തിയാൽ വീണ്ടും ആ ജില്ലാ ഓഫീസിൽ നിന്ന് അവർ ആ ഫ്ലാപ്പ് കയറി കഴിഞ്ഞാൽ പുതിയൊരു ഫ്ലാപ്പ് അതിൻ്റെ ഒട്ടിക്കുക. അപ്പോൾ ഒരു കവർ തന്നെ 5ഉം 10ഉം തവണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ചെറിയ കഷ്ണം പേപ്പറും മതി. ഇതാണ് എക്കണോമി ലേബൽ. അപ്പൊ ഈ എക്കണോമി ലേബലിന് പിന്നെ ഉള്ള അത് ഉപയോഗിച്ചുള്ള കവറിൽ ഉപയോഗിക്കാൻ പാടില്ല ചിലത്. ചില തപാലുകൾ അയക്കുമ്പോൾ അതാ ചോദിച്ചത് ഏതാന്ന്. അതിന് ആൻസർ: രഹസ്യ സ്വഭാവമുള്ള പേപ്പറുകൾ. അതായത് ഈ ഫ്ലാപ്പ്, വെള്ളപ്പേപ്പർ വെച്ചൊട്ടിക്കുന്ന ഫ്ലാപ്പ് എളുപ്പത്തിൽ നമുക്ക് ഇളക്കിയെടുക്കാം. എന്നിട്ട് ആ കവറിനുള്ളിലെ സംഗതി എന്താണെന്ന് വേണേൽ നോക്കാൻ പറ്റും. അപ്പോൾ എന്നിട്ട് വീണ്ടും ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഈ രഹസ്യ സ്വഭാവമുള്ള പേപ്പറുകൾ ഈ ഇത്തരം എക്കണോമി ലേബൽ വെച്ചിട്ട് അയച്ചാൽ അതിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കൂല. അത് സുരക്ഷിതമല്ല. കാരണം അത് എളുപ്പത്തിൽ തുറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചോദ്യം ഇതായിരുന്നു: എക്കണോമി ലേബലുകൾ താഴെ പറയുന്നവയിൽ എന്തിനാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? അത് രഹസ്യ സ്വഭാവമുള്ളവർ പേപ്പറുകൾ അയക്കാൻ വേണ്ടി എക്കണോമി ലേബൽ ഉപയോഗിക്കാൻ പാടില്ല. അടുത്ത ചോദ്യം: ലോക്കൽ ഡെലിവറി ഏത് രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഓഫീസുകളിലുള്ള ഒരു ബുക്കാണ് ലോക്കൽ ഡെലിവറി ബുക്ക്. അത് ഏത് രജിസ്റ്ററിലാന്ന് ചോദിച്ചാൽ ലോക്കൽ ഡെലിവറി ബുക്കിലാണ് രേഖപ്പെടുത്തുക. അതിന്റെ എന്താ അത്? ഓഫീസിന്റെ പരിധിയിൽ നേരിട്ട് കൈമാറുന്ന കത്തുകളും ഫയലുകളും ട്രാക്ക് ചെയ്യാൻ ഈ രജിസ്റ്റർ സഹായിക്കും. അപ്പൊ നമ്മുടെ അപ്പുറത്തെ ഓഫീസിൽ ഒരു കവർ കൊടുക്കണം, നമ്മൾ തപാലിൽ അയക്കുന്നില്ല. ആരുടെടുത്തേലും ഇത് നമ്മുടെ ഓഫീസിലുള്ള സ്റ്റാഫിൻ്റെ അടുത്ത് ഈ കവറും കൊടുക്കേണ്ട കവറും അത് ലോക്കൽ ഡെലിവറിയിൽ ചേർത്തിട്ട് അതും കൂടി കൊടുത്തുവിടും. ഈ പിന്നെ സ്റ്റാഫ് അല്ലെ വൈമാർ അവിടെ കൊണ്ടുവന്നിട്ട് ഈ കവർ അവിടെ കൊടുക്കും. ആ കിട്ടിയെന്നുള്ളത് ലോക്കൽ ഡെലിവറിയിൽ അവിടുത്തെ റിസീവിംഗ് ഓഫീസർ ഒപ്പിട്ട് കൊടുക്കും. അപ്പൊ പ്രാദേശികമായിട്ട് ഡെലിവറി നടത്താൻ വേണ്ടി ഓഫീസ് പരിധിയിൽ നേരിട്ട് കൈമാറുന്ന കത്തുകളൊക്കെ കൊടുക്കാൻ വേണ്ടി ആണ് ഈ ലോക്കൽ ഡെലിവറി ബുക്ക് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം: റെക്കോർഡ് വിഭാഗത്തിന്റെ ചുമതല ആർക്കായിരിക്കും? ഒരു സംശയമില്ല, റെക്കോർഡ് കീപ്പർക്കാണ്. നമ്മൾ ഇത് പറഞ്ഞതാണ്, വിശദീകരിക്കുന്നില്ല. അടുത്ത ചോദ്യം: നിയമങ്ങളെ ഒരു കുറിപ്പിൽ പരാമർശിക്കുമ്പോൾ അവ ഏത് ലിസ്റ്റിലെ തലക്കെട്ട് പ്രകാരമായിരിക്കണം ഉദ്ധരിക്കേണ്ടത്? അതായത് നിയമങ്ങൾ ഒരു കുറിപ്പിൽ പരാമർശിക്കുകയാണെങ്കിൽ ആക്റ്റുകൾ, പ്രൊക്ലമേഷൻസ് ഓർ ഓർഡിനൻസുകൾ, ഈ രീതിയിലാണ്. ആക്റ്റുകൾ, പ്രൊക്ലമേഷൻസ് പറഞ്ഞാൽ വിളംബരങ്ങൾ, അല്ലെങ്കിൽ ഓർഡിനൻസുകൾ. അപ്പോൾ ആ രീതിയിലാണ് ശരിക്കും നമ്മൾ ഉദ്ധരിക്കേണ്ടത്. അതായത് ചില ഔദ്യോഗിക ഫയലുകളിൽ നിയമപരമായ പരാമർശങ്ങൾ വരുത്തുമ്പോൾ അവയുടെ കൃത്യമായ ഔദ്യോഗിക നാമത്തിൽ വേണം രേഖപ്പെടുത്താൻ വേണ്ടി. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
അടുത്ത ചോദ്യം, സാധാരണയായി ഡിസ്പോസലുകൾക്ക് ഏത് ദിവസമാണ് തീയതി ഇടുന്നത്? ഡിസ്പോസൽ, അന്തിമ തീരുമാനമാണ് ഈ ഡിസ്പോസൽ ശരിക്കും. അപ്പൊ ഡിസ്പോസലിന് ഏത് ദിവസമാണ് തീയതി ഇടുന്നത് ചോദിച്ചാൽ ഈ ഈ കാര്യം ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ അന്തിമ തീരുമാനം, അത് അംഗീകരിക്കുന്ന ദിവസമാണ്. പാസ്ഡ് ബൈ ദി ഓഫീസേഴ്സ്, ഓഫീസർമാര് അംഗീകരിക്കുന്ന ദിവസമാണ് അത് തീയതി ഇടുക. അതായത് ഒരു ഫയലിലെ തീരുമാനം അല്ലെങ്കിൽ നടപടി ഉദ്യോഗസ്ഥൻ പാസ്സാക്കുന്ന തീയതിയാണ് ശരിക്കും ഡിസ്പോസൽ തീയതിയായിട്ട് കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം, റെക്കോർഡുകൾക്കുള്ള അപേക്ഷയിൽ ഒപ്പിടേണ്ടത് ആരാണ്? അതായത് റിക്വസിഷൻ സ്ലിപ്പ് എന്ന് നമ്മൾ പറയും. റിക്വസിഷൻ സ്ലിപ്പ് എന്ന് പറയുന്ന റിക്വസിഷൻ ഫോർ റെക്കോർഡ്സ്, അതായത് പല സെക്ഷനുകളിലും പഴയ ഫയലുകൾ ഒരു ഒരു കറണ്ട് ഫയലിന്റെ അന്തിമ തീരുമാനത്തിനായിട്ട് പലപ്പോഴും അതിനും പല ഫയലുകളും നമുക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെ ആ പഴയ ഫയലുകളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം എവിടെയാണ്? അത് റെക്കോർഡ് റൂമിലാണ്. റെക്കോർഡ് റൂമിലാണെങ്കിൽ ആരാ അതിന്റെ കസ്റ്റോഡിയൻ? റെക്കോർഡ് കീപ്പറാണ്. അപ്പൊ നമ്മൾ അത്തരം ഫയലുകൾ വേണമെങ്കിൽ നമ്മൾ റെക്കോർഡ് കീപ്പർക്ക് ഒരു റിക്വസിഷൻ സ്ലിപ്പ് കൊടുക്കണം, റെക്കോർഡ് സ്വീകരിക്കാൻ വേണ്ടി. ഒരു അപേക്ഷ പോലെയാണ് അത്, റിക്വസിഷൻ സ്ലിപ്പ്. അപ്പോൾ അത് കൊടുക്കേണ്ടത് ആരാണെന്ന്, ആ റിക്വസിഷൻ സ്ലിപ്പിൽ ഒപ്പിടേണ്ടത് ആരാണെന്നാണ് ചോദ്യം. അത് ആ ബന്ധപ്പെട്ട ക്ലർക്കാണ് ഒപ്പിടേണ്ടത്. റിക്വസിഷൻ സ്ലിപ്പിൽ റെക്കോർഡ് പഴയ ഫയലുകൾ റെക്കോർഡുകൾ ആർക്കാണ് ആവശ്യം? ക്ലർക്കിനാണ് ആവശ്യം വരിക. അപ്പൊ ക്ലർക്കാണ് അതിൽ ഒപ്പിടേണ്ടത്. അടുത്ത ചോദ്യം, ഉന്നത ഉദ്യോഗസ്ഥർക്കുള്ളതല്ലാത്ത കത്തുകളുടെ ഫെയർ കോപ്പികളിൽ ഒപ്പിടേണ്ടതാര്? ഉന്നത ഉദ്യോഗസ്ഥർക്കല്ല. അങ്ങനെയാണെങ്കിൽ അത് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് ഒപ്പിടാം. അതായത് ഡെലിഗേറ്റഡ് ഓഫീസർ എന്ന് നമുക്ക് പറയാം. ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് ഒപ്പിടാവുന്നതാണ്. എല്ലാ കത്തുകളും ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്നെ ഒപ്പിടേണ്ടതില്ല. അധികാരപരിധി അനുസരിച്ച് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെയുള്ള ഒപ്പുകൾ ഇടാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം, ഒരൊറ്റ ഫോമിൽ എത്ര റെക്കോർഡുകൾ വരെ ആവശ്യപ്പെടാം? ഇത് നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ കഥ കേൾക്കുമ്പോൾ കേട്ടാൽ മതി. ഇത് ഒരു തവണ കേട്ടാൽ തന്നെ അങ്ങനെ മനസ്സിൽ നിൽക്കും. ഈ വിശദീകരണം ഞാൻ തരുന്നുണ്ട്. ഒരൊറ്റ ഫോമിൽ എത്ര റെക്കോർഡുകൾ ആവശ്യപ്പെടാം? അതായത് നമ്മൾ റിക്വസിഷൻ സ്ലിപ്പ് റെക്കോർഡ് റൂമിൽ റെക്കോർഡ് കീപ്പർക്ക് കൊടുത്തിട്ടാണെന്ന് അവിടുന്ന് ഒരു ഫയൽ എടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒരു റിക്വസിഷൻ സ്ലിപ്പുമായിട്ട് പോയി. അങ്ങനെ പോയാൽ ആ സ്ലിപ്പിൽ ഒരു 5-6 ഫയല് റിക്വസ്റ്റ് കൊടുക്കാൻ വയ്യ. എത്രയേ കൊടുക്കാൻ പാടുള്ളൂ? ഒരു റിക്വസിഷൻ സ്ലിപ്പിൽ ഒറ്റ ഫയലെ ഒരു റെക്കോർഡ് മാത്രമേ ആവശ്യപ്പെടാൻ പാടുള്ളൂ. ഒരു സ്ലിപ്പിൽ ഒരു റെക്കോർഡ്. അടുത്ത ചോദ്യം, റെക്കോർഡുകളിൽ ക്രമീകരിച്ചിരിക്കുന്ന ഏത് പേപ്പറുകളെയാണ് ഫയൽ ചെയ്തത് എന്ന് വിളിക്കുന്നത്? റെക്കോർഡുകളിൽ ക്രമീകരിച്ചിരിക്കുന്ന പേപ്പറുകൾ, ആ പേപ്പറുകളിൽ ഏത് പേപ്പറുകളെയാണ് ശരിക്കും ഫയൽഡ് എന്ന് വിളിക്കുന്നത്, ഫയൽ ചെയ്തത് എന്ന് വിളിക്കുന്നത്? അതായത് വിഷയങ്ങൾക്കനുസരിച്ചുള്ള പ്രത്യേക കെട്ടുകൾ, അതായത് സ്പെഷ്യൽ ബണ്ടിൽസ് അക്കോർഡിംഗ് ടു ദെയർ സബ്ജക്റ്റ്. അങ്ങനെ വിഷയങ്ങൾക്കനുസരിച്ച് പ്രത്യേകം കെട്ടുകളാക്കി വെച്ചിരിക്കുന്ന പേപ്പറുകളെയാണ് നമ്മൾ ഫയൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫയലുകൾ അവ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ അടിസ്ഥാനമാക്കി തരംതിരിച്ച് കെട്ടുകളാക്കി സൂക്ഷിക്കുന്നതിനെയാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, റിപ്പോർട്ടുകളുടെയും റിട്ടേണുകളുടെയും രസീതും അയക്കലും ശ്രദ്ധിക്കാൻ ഏത് രജിസ്റ്ററാണ് നമ്മൾ സൂക്ഷിക്കുന്നത്? റിപ്പോർട്ടുകളുടെയും റിട്ടേണുകളുടെയും റെസീറ്റും അയക്കലും ശ്രദ്ധിക്കാൻ അതിന് രജിസ്റ്റർ ഓഫ് പീരിയോഡിക്കൽസ് ആണ് നമ്മൾ ആ രജിസ്റ്ററാണ് സൂക്ഷിക്കുന്നത്. രജിസ്റ്റർ ഓഫ് പീരിയോഡിക്കൽസ്, അതായത് കൃത്യമായ ഇടവേളകളിൽ ലഭിക്കേണ്ട റിപ്പോർട്ടുകൾ ട്രാക്ക് ചെയ്യാൻ ഈ രജിസ്റ്റർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ഓഫീസ് മേധാവി റെക്കോർഡ് വിഭാഗത്തിൽ എല്ലാ വർഷവും ഏത് മാസത്തിലാണ് വിശദമായ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്? എല്ലാ മാസവും ഏപ്രിലാണ് ഓഫീസ് മേധാവി റെക്കോർഡ് വിഭാഗത്തിൽ അത് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അപ്പോൾ അത് എല്ലാ വർഷവും പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ? ഓഫീസ് കാര്യക്ഷമത ഉറപ്പാക്കാൻ റെക്കോർഡുകൾ കൃത്യമായി സൂക്ഷിക്കുന്നുണ്ടോ എന്ന്
വർഷത്തിൽ ഒരിക്കൽ മേധാവി പരിശോധിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, പ്രതിദിനം ചെലവാക്കുന്ന സ്റ്റാമ്പുകളുടെ കണക്ക് സൂക്ഷിക്കാൻ ഏത് രജിസ്റ്ററാണ് ഉപയോഗിക്കുന്നത്? അത് ഒന്നുമില്ല, സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്ററാണ്. നമ്മൾ ഓരോ തപാല് അയക്കുന്ന കവറിലിട്ട് അയക്കുമ്പോൾ അതിൻ്റെ സ്റ്റാമ്പ് അക്കൗണ്ട് കൂടി സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഓഫീസിലെ സ്റ്റാമ്പ് ഉപയോഗം കൃത്യമായി രേഖപ്പെടുത്തുന്നതിനും ബാലൻസ് പരിശോധിക്കുന്നതിനുമൊക്കെ ഈ രജിസ്റ്റർ സഹായിക്കും. ഓഫീസിലെ മേധാവി നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് കോൾ ബുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞതാണ്. കോൾ ബുക്ക് പരിശോധനയ്ക്കായി എത്ര കാലയളവിൽ സമർപ്പിക്കണം? അത് മാസം തോറും ആണ്. കോൾ ബുക്കിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന ഏത് എന്നാ ചോദ്യം. അപ്പോൾ ഇവിടെ 3 പ്രസ്താവനയാണ് തന്നിരിക്കുന്നത്. ഒന്ന്, ഒരു ഓഫീസ് മുഴുവൻ ഒരു കോൾ ബുക്ക്, അത് ശരിയാണ്. ഒരു ഓഫീസിൽ ഒരു കോൾ ബുക്കേ ഉണ്ടാവുകയുള്ളൂ. 2, തപാൽ ക്ലർക്കിന്റെ കസ്റ്റഡി, അതെ, തപാൽ ക്ലർക്കാണ് അതിൻ്റെ കസ്റ്റോഡിയൻ. ഏതിൻ്റെ? പിന്നെ കോൾ ബുക്കിന്റെ. ഓക്കെ, അതും ശരിയാണ്. ഫോം 16 അപ്പൻഡിക്സ് 1, അതും ശരിയാണ്. കോൾ ബുക്കിന്റെ ഫോർമാറ്റ് ഫോം 14 അപ്പൻഡിക്സ് 1. അപ്പൻഡിക്സ് 1ലെ ഫോം 14 അതിന്റെ ഫോർമാറ്റ്. അപ്പോൾ ഈ 3 ശരിയാണ്. അടുത്ത ചോദ്യം, പേഴ്സണൽ രജിസ്റ്റർ പരിശോധനയ്ക്ക് ശേഷം റണ്ണിംഗ് നോട്ട്ബുക്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? പേഴ്സണൽ രജിസ്റ്റർ പരിശോധനയ്ക്ക് ശേഷം റണ്ണിംഗ് നോട്ട്ബുക്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എത്ര സമയം? 48 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ വിശദീകരണം മറുപടി നൽകണം. അതായത് പരിശോധനയിൽ കണ്ടെത്തുന്ന വീഴ്ചകൾ പരിഹരിക്കാനും വിശദീകരണം നൽകാനും നിശ്ചിത സമയപരിധി പാലിക്കേണ്ടതുണ്ട്. ഇനി, ഓരോ ക്ലർക്കും ഏത് ദിവസമാണ് കുടിശ്ശിക ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്? അരിയർ ലിസ്റ്റ്, അതായത് 1-ാം തീയതി. ഓരോ മാസത്തിൻ്റെയും 1-ാം തീയതിയാണ് അരിയർ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഈ അരിയർ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും തീർപ്പാകാതെ കിടക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ലിസ്റ്റാണ്, തീർപ്പാകാതെ കിടക്കുന്ന കാര്യങ്ങളുടെ ലിസ്റ്റാണ് ഈ ഓരോ മാസം 1-ാം തീയതി തയ്യാറാക്കുന്നത്. അതിനാണ് നമ്മൾ അരിയർ ലിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പ്രിമച്വർ ഡിസ്പോസൽ എന്നാൽ എന്താണ്? പ്രിമച്വർ ഡിസ്പോസൽ, മച്വർ ആണ്, മച്വർ ആവുന്നതിന് മുമ്പാണ്. അപ്പോൾ അതായത് ദീർഘകാലമായിട്ട് തീർപ്പാകാതെ കിടക്കുന്ന ഒരു ഫയല് ക്ലോസ് ചെയ്യുന്നതിനെയാണ് പ്രിമച്വർ ഡിസ്പോസൽ എന്ന് പറയുന്നത്. ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന ഒരു ഫയല് അവസാനിപ്പിക്കുന്നതാണ് പ്രിമച്വർ ഡിസ്പോസൽ എന്ന് പറയുന്നത്. അപ്പോൾ തുടർ നടപടികൾ എടുക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ ഏറെക്കാലമായി തീർപ്പാകാതെ കിടക്കുന്നതോ ആയ ഫയലുകൾ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുന്ന നടപടിയാണ് ശരിക്കും പ്രിമച്വർ ഡിസ്പോസൽ എന്ന് പറയുന്നത്. ഹെഡ്, അടുത്തത്. ഹെഡ് സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഹെഡ് ഓർമ്മിക്കുക. ഹെഡിൽ ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രസക്തമായ പ്രസ്താവന ഞാനിന്ന് തിരഞ്ഞെടുക്കുകയാണ്, സമയക്കുറവുണ്ട്. ഹെഡ് വ്യക്തവും വേറിട്ട് നിൽക്കുന്നതുമായിരിക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫയലിലെ വിഷയത്തെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ ഹെഡ് അല്ലെങ്കിൽ വിഷയം വ്യക്തവും കൃത്യവുമായിരിക്കണം. ഹെഡ് വ്യക്തവും കൃത്യവുമായാൽ എന്താണ് ഗുണം? ഒരു ഫയലിനെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ ഏത് തലത്തിലായിരിക്കും സൂചികയിലാക്കുക? അതായത് കോടതി വ്യവഹാരങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പേപ്പറുകൾ അത് ഇൻഡെക്സ് ചെയ്യുന്നത് ഏത് തലത്തിലാണ്? അത് കേസുകൾ എന്ന തലത്തിലാണ്. കേസുകളുടെ ഇംഗ്ലീഷ് സ്യൂട്ട്സ് ആണ്, SUITS, കേസുകൾ. അപ്പോൾ കോടതി സംബന്ധമായ ഫയലുകൾ ക്രമീകരിക്കുന്നതിന് പ്രത്യേകമായ ഹെഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അത് ഇൻഡെക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് നമ്മൾ സ്യൂട്ട്സ് അഥവാ കേസുകൾ എന്ന രീതിയിൽ തലത്തിൽ ഇൻഡെക്സ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ആഭ്യന്തര ആവശ്യങ്ങൾക്കായി ഏത് തരത്തിലുള്ള കത്തിടപാടുകളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ആഭ്യന്തര ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ തന്നെയാണ്.
ഓഫീസിനുള്ളിൽ തന്നെ വിവരങ്ങൾ കൈമാറാൻ. അതാണ് ആഭ്യന്തര ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. അത് ഏത് ടൈപ്പ് കത്തിടപാടാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? അത് സാധാരണഗതിയിൽ മെമ്മോറാണ്ടമാണ്. ചുരുക്കി നമ്മൾ പറയാറുണ്ടല്ലോ മെമ്മോ കൊടുത്തു എന്നൊക്കെ. അതാണ് മെമ്മോറാണ്ടം എന്നത്. അത് ഒരു ഫോർമാറ്റാണ്, ഒരു രീതിയാണ്. അപ്പോൾ ആഭ്യന്തര ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു കത്തിടപാട് രീതിയാണ് മെമ്മോറാണ്ടം. അത് ഓഫീസിനുള്ളിൽ തന്നെ വിവരങ്ങൾ കൈമാറാനാണ് സാധാരണഗതിയിൽ മെമ്മോറാണ്ടം ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു പേപ്പറിന്റെ പകർപ്പ്, ഒരു സർക്കുലറോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾക്കായി ഒരു കീഴുദ്യോഗസ്ഥന് കൈമാറുമ്പോൾ അത് ഏത് രൂപത്തിലാവും? അതാണ് ചോദ്യം. കേൾക്കണേ. ഒരു പേപ്പറിന്റെ പകർപ്പ്. അപ്പോൾ ഏതെങ്കിലും ഒരു സർക്കുലറോ ഒരു നിർദ്ദേശമോ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ജില്ലാ ഓഫീസിലേക്ക് വന്നു. ജില്ലാ ഓഫീസിൽ എന്ത് ചെയ്യുന്നു? അതിൻ്റെ പിന്നെ താഴേക്കിടയിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ മേലെ ആ, പിന്നെ ആ രേഖയോടൊപ്പം ആവശ്യമായ നിർദ്ദേശങ്ങളും വിവരങ്ങളും കൂടി ചേർത്ത് നൽകും. അതിനാണ് നമ്മൾ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. എല്ലാവരും ചിലപ്പോൾ ഒരു എൻഡോഴ്സ്മെന്റ് ഇങ്ങനെ നമ്മൾ അങ്ങനെയുള്ള ഒരു സർക്കുലറിൻ്റെ ഇടയിൽ ഈ സർക്കുലർ പിന്നെ മനസ്സിലാക്കി വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്ന് മാത്രം എഴുതുമ്പോൾ അതൊരു എൻഡോഴ്സ്മെന്റ് ആയി. ആ എൻഡോഴ്സ്മെന്റ് എഴുതിയിട്ടാണ് താഴെയുള്ള ഓഫീസുകളിലേക്ക് വിടുന്നത്. മേലെ നിന്ന് വന്ന ഒരു ഡയറക്ഷനാണ്. ഓക്കെ, അതിനാണ് നമ്മൾ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. മെമ്മോറണ്ടമായി എൻഡോഴ്സ്മെന്റായി. ഇപ്പൊ എൻഡോഴ്സ്മെന്റ് മേലേന്ന് ഉയർന്ന തലത്തിൽ നിന്ന് വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥന് കൈമാറുമ്പോൾ എൻഡോഴ്സ്മെന്റ് രൂപത്തിൽ അത് കൈമാറുക. അപ്പോൾ ആ കീഴുദ്യോഗസ്ഥന് കൈമാറുമ്പോഴത്തേക്ക് ആ കൊടുക്കുന്ന രേഖയോടൊപ്പം നിർദ്ദേശങ്ങളോ വിവരങ്ങളോ ചേർത്ത് നൽകുകയാണ്. ഈ ഇന്നയാളുടെ നമ്മളുടെ വകുപ്പ് മേധാവിയുടെ നിർദ്ദേശങ്ങളാണ് ഇത്, മനസ്സിലാക്കി അതിനനുസരിച്ച പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ് എന്നൊക്കെയാണ് എൻഡോഴ്സ്മെന്റിൽ ഉണ്ടാവുക. ചിലപ്പോൾ അത് ജില്ലാ ഓഫീസിൽ നിന്ന് എഴുതുകയാണ്. അതിനുശേഷം അത് താഴെയുള്ള ഓഫീസിലേക്ക് വിടുന്നു. അടുത്ത ചോദ്യം, ഔദ്യോഗിക രേഖകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വിവരങ്ങൾ കൈമാറുന്നതിനായി ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ ചട്ടക്കൂടില്ലാത്ത പൊതുജനങ്ങളിലെ ഒരു വ്യക്തിയെ ബന്ധപ്പെടേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന വിനിമയ രീതി ഏതാണ്? ഇതിലാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പലതവണ പറഞ്ഞതാണ് ഔദ്യോഗിക സ്വഭാവമില്ലാത്ത, എന്നാൽ ഔദ്യോഗിക രേഖകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത, ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ ചട്ടക്കൂടില്ലാത്ത ഒരു ആശയവിനിമയ രീതിയാണ്. ഇപ്പം നമ്മൾ രണ്ട് ആശയവിനിമയ രീതി പറഞ്ഞു. ഒന്ന് മെമ്മോറാണ്ടം പറഞ്ഞു, മറ്റൊന്ന് എൻഡോഴ്സ്മെന്റ് പറഞ്ഞു. ഇത് ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ ഒരു ചട്ടക്കൂടും ഇല്ലാതെ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ അറിയിക്കുന്നതും ആവാം. അതിനാണ് നമ്മൾ ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡിഒ ലെറ്റർ എന്നും കൂടി പറയും. ഡിഒ ലെറ്റർ, ഡെമി ഒഫീഷ്യൽ ലെറ്റർ. അപ്പം അത് മിക്കവാറും ഒക്കെ ഒരു ഉദ്യോഗസ്ഥൻ മറ്റൊരു ഉദ്യോഗസ്ഥനെയോ വ്യക്തിയെയോ വ്യക്തിപരമായോ അനൗദ്യോഗികമായോ ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്ന കത്താണ് ശരിക്കും ഈ ഡിഒ ലെറ്റർ അഥവാ ഡെമി ഒഫീഷ്യൽ ലെറ്റർ. അടുത്ത ചോദ്യം, മൂവ്മെന്റ് രജിസ്റ്റർ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? സൂപ്രണ്ടിനാണ്. അപ്പോൾ എവിടെയെങ്കിലും നമ്മളുടെ സെക്ഷനിൽപ്പെട്ട ഒരാൾ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അയാൾ മൂവ്മെന്റ് രജിസ്റ്ററിൽ എഴുതി വെച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ തിരിച്ചു വരണം, എത്ര സമയത്തിനുള്ളിൽ വരും, എന്താണ് കാര്യം, ഇതൊക്കെ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ട് വേണം പോകാൻ. അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം സൂപ്രണ്ടിനാണ്. അപ്പോൾ മാത്രമല്ല ഒരു സെക്ഷനിലെ ജീവനക്കാരുടെ നീക്കങ്ങളൊക്കെ രേഖപ്പെടുത്താൻ സൂപ്രണ്ടിനാണ് ഉത്തരവാദിത്വം. അടുത്ത ചോദ്യം, പേഴ്സണൽ രജിസ്റ്ററിലെ പിആറിന്റെ മാതൃക പേഴ്സണൽ രജിസ്റ്ററിന്റെ മാതൃക MOPയിലെ അപ്പൻഡിക്സ് 1 ഏത് ഫോമിലാണ് നൽകിയിരിക്കുന്നത്? ഫോം 3യിലാണ്. പേഴ്സണൽ രജിസ്റ്റർ ഫോം 3യും ഇതെല്ലാം റോമൻ ലെറ്റർ ആണ് 3 എന്നൊക്കെ പറയുന്നത്. അടുത്ത ചോദ്യം, പേഴ്സണൽ രജിസ്റ്ററിലെ ഏത് കോളത്തിലാണ് ഫയലുകൾ തീർപ്പാക്കിയതിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഫയല് തീർപ്പാക്കിയ തീയതിയും അതെങ്ങനെയാണ് തീർപ്പാക്കിയതും എന്നുള്ള രേഖപ്പെടുത്തലുകൾ, ഡിസ്പോസൽ ഏത് തരത്തിലുള്ളതാണെന്നൊക്കെ രേഖപ്പെടുത്തൽ ലാസ്റ്റ് കോളാണ്. 10 കോളാണ് പിആറിലുള്ളത്, നമുക്കറിയാം. അതിലെ 10ാമത്തെ കോളത്തിലാണ് ഇത് തീർപ്പാക്കിയ വിവരങ്ങളിൽ രേഖപ്പെടുത്തുന്നത്.
അടുത്ത ചോദ്യം, ഹൈക്കോടതിയിലേക്കുള്ള ആശയവിനിമയങ്ങൾ ആരുടെ വിലാസത്തിനാണ് അയക്കേണ്ടത്? ഹൈക്കോടതിയിലേക്ക് ഒരു കത്ത് അയക്കുന്നുണ്ടെങ്കിൽ, അത് ഔദ്യോഗിക സ്വഭാവമുള്ള കത്ത് അയക്കുമ്പോൾ അത് രജിസ്ട്രാറുടെ പേരിലാണ് അയക്കേണ്ടത്. ഹൈക്കോടതി രജിസ്ട്രാറുടെ പേരിലാണ് അയക്കേണ്ടത്. അപ്പോൾ ഹൈക്കോടതിയുമായി ആശയവിനിമയം, നമ്മൾ ഔദ്യോഗികമായി ആശയവിനിമയം നടത്തുമ്പോൾ രജിസ്ട്രാറെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ടു ദി, അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്, അദ്ദേഹത്തെയാണ്. അടുത്ത ചോദ്യം, ഫെയർ കോപ്പി ചെയ്യലും താരതമ്യം ചെയ്യലും എവിടെയാണ് നടക്കുന്നത്? ഫെയർ കോപ്പിയിങ് ആൻഡ് കമ്പയറിംഗ് എവിടെയാണ് നടക്കുന്നത്? അത് നടക്കുന്നത് ഫെയർ കോപ്പി സെക്ഷനിലാണ്. ഫെയർ കോപ്പി സെക്ഷനിലാണ് ഫെയർ കോപ്പിയിങ്ങും കമ്പയറിങ്ങും നടക്കുന്നത്. അതായത് ഫെയർ കോപ്പി ചെയ്യലും താരതമ്യം ചെയ്യലും. അപ്പോൾ അതായത് അതെന്താണെന്ന് ചോദിച്ചാൽ, ടൈപ്പ് ചെയ്ത രേഖകളുടെ പകർപ്പുകൾ തയ്യാറാക്കുന്നതും അത് ശരിയാണോ എന്ന് പരിശോധിക്കുന്നതും അവിടെ തന്നെയാണ്, ഫെയർ കോപ്പി സെഷനില്ല. അതാണ് അതിന് പറഞ്ഞിരിക്കുന്നത് ഫെയർ കോപ്പിയിങ് ആൻഡ് കമ്പയറിങ്. ടൈപ്പ് ചെയ്തത്, ടൈപ്പിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഈ നമ്മുടെ പിന്നെ നക്കല് അഥവാ കരട് അഥവാ ഡ്രാഫ്റ്റ് പിന്നീട് എന്തായി മാറുകയാണ്? ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് ഫെയർ കോപ്പി സെഷനിലാണ്. ആ ഫെയർ കോപ്പി സെഷനിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം അത് ശരിയാണോ എന്നും അവർ പരിശോധിക്കും. ഓരോന്ന് നോക്കി നോക്കി പരിശോധിച്ചിട്ടാണ് അയക്കുള്ളൂ. അതാണ് എന്ത് പറയുന്നത്, ഫെയർ കോപ്പിയിങ് ആൻഡ് കമ്പയറിംഗ്. ഇത് നടത്തുന്നത് ഫെയർ കോപ്പി സെക്ഷനിലാണ്. അടുത്ത ചോദ്യം, ഒരു രേഖ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ടൈപ്പിസ്റ്റ് എന്താണ് ഉറപ്പുവരുത്തേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത് കേട്ടോ, സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഒരു രേഖ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ടൈപ്പിസ്റ്റ് ഒരു കാര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതായത് ആ രേഖയ്ക്ക് അംഗീകൃത ഉദ്യോഗസ്ഥന്റെ അനുമതി ഉണ്ടോ എന്ന്. ഇപ്പൊ ഒരു ഡ്രാഫ്റ്റ് ആയിരിക്കും മിക്കവാറും ടൈപ്പ് ചെയ്യാം, ഒരു കരട് തയ്യാറാക്കി. ഒരു അന്തിമ തീരുമാനത്തിന്റെ കരടാണ് ഡ്രാഫ്റ്റ്. ഒരു ഫയലിൽ എടുത്ത അന്തിമ തീരുമാനം എടുത്തതിന്റെ ഒരു നക്കല്, ഒരു അബ്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ കരടാണ് ഈ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡ്രാഫ്റ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അംഗീകരിച്ചിരിക്കണം. അത് ഇനീഷ്യൽ ചെയ്ത് ഡേറ്റഡ് ഇനീഷ്യൽ അതുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആ രേഖ ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഒരു ടൈപ്പിസ്റ്റ് ഉറപ്പുവരുത്തേണ്ടത്. അപ്പോൾ ടൈപ്പിങ്ങിന് അയക്കുന്നതിന് മുമ്പ് ഉചിതമായ ഉദ്യോഗസ്ഥൻ ആ രേഖ പരിശോധിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ടൈപ്പിങ്ങിൽ എത്തിയാൽ ടൈപ്പിസ്റ്റ് ആദ്യം അത് നോക്കും. അപ്പോൾ ആരാണോ ഈ സാങ്ഷനിങ് അതോറിറ്റി എന്ന് പറയുന്ന അതോറിറ്റി, ഈ ഡ്രാഫ്റ്റ് അംഗീകരിക്കേണ്ടതായിട്ട് ഉണ്ട്. അതിനുശേഷമാണ് അത് ടൈപ്പ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഫെയർ കോപ്പികൾ ഏത് സ്പേസിങ്ങിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്? അത് ടൈപ്പിങ്ങിലെ ഒരു സ്പേസിംഗ് ആണ് നമ്മൾ പറയുക. അത് സിംഗിൾ സ്പേസ് എന്നാണ് അതിന് പറയുന്നത്. ഫെയർ കോപ്പി ടൈപ്പ് ചെയ്യുന്നത് സിംഗിൾ സ്പേസിലാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഔദ്യോഗിക രേഖകൾ ടൈപ്പ് ചെയ്യുമ്പോൾ സിംഗിൾ സ്പേസിംഗ് ആണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അതും മനസ്സിലാക്കി വെക്കുക. ഇനി ടൈപ്പിസ്റ്റുകൾ തങ്ങൾ ചെയ്യുന്ന ജോലികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സൂക്ഷിക്കുന്ന രജിസ്റ്റർ ഏതാണ്? ടൈപ്പിസ്റ്റുമാര് അവര് ചെയ്യുന്ന ജോലികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സൂക്ഷിക്കുന്ന രജിസ്റ്ററിന്റെ പേരാണ് ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്റർ. ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്റർ ടൈപ്പിസ്റ്റുകൾക്കുള്ളതാണ്. ടൈപ്പിസ്റ്റുകൾ അവർ ചെയ്യുന്ന ജോലികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സൂക്ഷിക്കുന്ന രജിസ്റ്ററാണ് ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്റർ. അപ്പോൾ ഓരോ ദിവസവും ടൈപ്പ് ചെയ്യുന്ന ജോലികളുടെ വിശദാംശങ്ങളും അതിനു വേണ്ടി വന്ന സമയവും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ രജിസ്റ്റർ ഉപയോഗിക്കുന്നു. ടൈപ്പ് ചെയ്ത ഓരോ ദിവസവും ടൈപ്പ് ചെയ്ത ജോലികളുടെ വിശദാംശവും അതിനു വേണ്ടി വന്ന സമയവുമാണ് ഈ ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നത്. അനുവാദമില്ലാതെ എത്ര ദിവസത്തെ വൈകിയുള്ള ഹാജരുണ്ടായാലാണ് ഒരു ദിവസത്തെ, എത്ര ലേറ്റ് മാർക്കിംഗ് ആണ് ഒരു ദിവസത്തെ CL പോവുക? അത് 3 ദിവസം ലേറ്റ് മാർക്കിംഗ് വന്നാൽ, ലേറ്റായി വന്നാൽ ഒരു ദിവസം ക്യാഷ് ലീവ് പോകും. അടുത്ത ചോദ്യം, ഒരു പേഴ്സണൽ രജിസ്റ്ററിൽ എത്ര കോളം ഉണ്ടെന്നാ? അത് 10 കോളം നമ്മൾ പറഞ്ഞതാ. ഇനി അടുത്ത ചോദ്യം പറയുന്നത്, ഇഷ്യൂ ചെയ്യാൻ അടയാളപ്പെടുത്തിയ രേഖകൾ എത്ര സമയത്തിനുള്ളിൽ അയക്കാനാണ്
പ്രതീക്ഷിക്കുന്നത്, അല്ലെ എത്ര സമയത്തിനുള്ളിൽ അയക്കണം. ഇഷ്യൂ ചെയ്യാൻ ഓക്കെ ആയ പേപ്പറുകൾ എത്ര സമയത്തിനുള്ളിൽ അയച്ചിരിക്കണം? 24 മണിക്കൂറിനുള്ളിൽ അയച്ചിരിക്കണം. അടുത്ത ചോദ്യം, ഒരു ഫയലിന് കറന്റ് നമ്പറും പേഴ്സണൽ രജിസ്റ്ററിലെ സംഗ്രഹവും അബ്സ്ട്രാക്റ്റും നൽകിയാൽ അതിനെ എന്ത് വിളിക്കുന്നു? അതാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്, അല്ലെ രജിസ്ട്രി എന്ന് പറയും. ഒരു കറന്റിന് നമ്പർ കൊടുത്തു, ക്ലർക്കിന്റെ PR രജിസ്റ്റർ ചെയ്തു, അപ്പോൾ അത് രജിസ്ട്രി ആയി. അടുത്ത ചോദ്യം, പേഴ്സണൽ രജിസ്റ്റർ പരിശോധിക്കുമ്പോൾ വിഷയങ്ങളുടെ കൃത്യത പരിശോധിക്കേണ്ടത് താഴെ പറയുന്നവർ ആരുടെ ചുമതലയാണ്? അതായത് PR പരിശോധിക്കുന്ന സമയത്ത് വിഷയങ്ങളുടെ എന്ന് പറഞ്ഞാൽ ടൈറ്റിലിന്റെ ഒരു കൃത്യത നമ്മൾ പരിശോധിക്കേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്? അത് സെക്ഷൻ സൂപ്രണ്ടിന്റെ ഉത്തരവാദിത്തമാണ്. അടുത്ത ചോദ്യം, പേഴ്സണൽ രജിസ്റ്ററിന്റെ 7-ാം കോളത്തിൽ അയച്ച റഫറൻസുകളുടെ സ്വഭാവം രേഖപ്പെടുത്തണം. ഇതിനായി OM എന്ന് ഒരു ചുരുക്കെഴുത്ത് എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താണ്? കേൾക്കണേ. PR 7-ാം കോളത്തിൽ, പേഴ്സണൽ രജിസ്റ്ററിന്റെ 7-ാം കോളത്തിൽ അയച്ച റഫറൻസുകളുടെ സ്വഭാവം രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടൊരു ക്ലർക്ക് അവിടെ OM എന്ന് എഴുതി. അതിന്റെ അർത്ഥം എന്താണ്? OM എന്ന് പറഞ്ഞാൽ ഓഫീസ് മെമ്മോറാണ്ടം എന്നാണ് അർത്ഥം. അപ്പോൾ സർക്കാർ ഓഫീസുകളിൽ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന വിവിധ തരം കത്തുകളെ തിരിച്ചറിയാൻ നിശ്ചിത ചുരുക്കെഴുത്തുകൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാറുണ്ട്. അതിൽ OM എന്നത് ഓഫീസ് മെമ്മോറാണ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് പ്രധാനമായിട്ടും സ്ഥാപനത്തിനുള്ളിലെ ഉദ്യോഗസ്ഥർ തമ്മിലോ വിവിധ വിഭാഗങ്ങൾ തമ്മിലോ വിവരം കൈമാറാൻ വേണ്ടി ഈ ഓഫീസ് മെമ്മോറാണ്ടം ഉപയോഗിക്കാറുണ്ട്. ശരിക്കും ഇത് നമ്മൾ ചുരുക്കി അതിനെ മെമ്മോ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ മെമ്മോയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു മെമ്മോ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു മെമ്മോറാണ്ടം, ഓഫീസ് മെമ്മോറാണ്ടം പുറപ്പെടുവിച്ചതാണ്. എൻ്റെ ഡേറ്റ് ഇട്ടു, വിഷയം ഓഫീസിലെ സമയനിഷ്ഠ പാലിക്കുന്നത് സംബന്ധിച്ച്. എല്ലാ ജീവനക്കാരും ഓഫീസ് സമയത്ത് കൃത്യമായി ഹാജരാകണമെന്ന് ഇതിനാൽ നിർദ്ദേശിക്കുന്നു. ഓഫീസിൽ രാവിലെ 10 മണിക്ക് മുമ്പായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അനിവാര്യമായ കാരണങ്ങളാൽ വൈകുന്നവരും മുൻകൂട്ടി അനുമതി വാങ്ങാത്തവരും അച്ചടക്ക നടപടികൾക്ക് വിധേയരാകുന്നതാണ്. ഡയറക്ടർ. ഇതൊരു ഓഫീസ് മെമ്മോറാണ്ടമാണ്. മെമ്മോ കൊടുത്തു എല്ലാവർക്കും അവരുടെ അറിവിലേക്ക്. ആ ഫോർമാറ്റ് അതാണ്, ഓഫീസ് മെമ്മോറാണ്ടം എന്ന ഫോർമാറ്റിലാണ് ഇത് വന്നത്. അടുത്ത ചോദ്യം, ഫയല് തീർപ്പാക്കുമ്പോൾ, ഫയല് തീർപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഫൈനൽ ഡിസ്പോസൽ എന്ന് പറയും. ഒരു ഫയല് അന്തിമ തീർപ്പ്, അതിന്റെ സ്വഭാവവും തീയതിയും ഏത് രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തേണ്ടത്? നമ്മൾ നിരവധി തവണ പറഞ്ഞ പേഴ്സണൽ രജിസ്റ്ററിലാണ്. എവിടെ? ലാസ്റ്റ് കോളത്തിൽ, 10ാമത്തെ കോളത്തിൽ. ഏത് മഷിയില്? ചുവപ്പ് മഷിയിൽ. സ്വഭാവവും തീയതി എന്ന് പറഞ്ഞാൽ ഏത് ഡിസ്പോസൽ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്? N ആണോ, K ആണോ, L ആണോ, R ആണോ, D ആണോ? ഇതൊക്കെയാണ്. അടുത്ത ചോദ്യം, ഫോം നമ്പർ 3, അപ്പൻഡിക്സ് 1 ഫോം നമ്പർ 3 പ്രകാരമുള്ള പേഴ്സണൽ രജിസ്റ്ററിൽ ഓരോ പേജിലും എത്ര കോളങ്ങളാണുള്ളത്? നിരവധി തവണയായ ചോദ്യം, 10 കോളങ്ങൾ. നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ അടുത്ത ഇത് മുതൽ ഞാൻ ഒഴിവാക്കാം. 10 കോളങ്ങളാണ് PR-ലുള്ളത്. കറണ്ട് ഫയൽ ക്ലോസ് ചെയ്യുമ്പോൾ പേഴ്സണൽ രജിസ്റ്ററിൽ ചുവപ്പ് മഷിയിൽ വട്ടമിടേണ്ട കോളം ഇതാണ്. ഓർമ്മിക്കണേ, ഇത് നമ്മൾ പറയാത്തൊരു ചോദ്യമാണ്. കറണ്ട് ഫയൽ ക്ലോസ് ചെയ്യാണ്, ഫയൽ ഡിസ്പോസൽ കഴിഞ്ഞു, ഇത് ക്ലോസ് ചെയ്തു. അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ക്ലർക്ക് അദ്ദേഹത്തിന്റെ പേഴ്സണൽ രജിസ്റ്ററിൽ ചുവപ്പ് മഷിയിൽ ഒരു വട്ടം ഇടണം. എവിടെയാ വട്ടം ഇടുക? അത് കോളം നമ്പർ 1-ലാണ്. കോളം നമ്പർ 1 ആദ്യത്തെ കോളത്തിൽ നമ്പർ ഉണ്ടാവും. ഏത് നമ്പർ? നമ്മൾ തപാൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു നമ്പർ ഇട്ടിട്ടുണ്ടല്ലോ, ആ നമ്പറിന് ചുറ്റിലും ചുവന്ന മഷിയിൽ ഒരു വട്ടം ഇടണം. ആ വട്ടം ഇട്ടാൽ അർത്ഥമാക്കുന്നത് എന്താണ്? അത് ഫയല് തീർപ്പാക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. 1ാമത്തെ കോളത്തിലെ ഫയൽ നമ്പറിന്റെ ചുറ്റിലും ഒരു ചുവന്ന മഷിയിൽ ഒരു വട്ടം ഇടണം. അടുത്ത ചോദ്യം, അല്പകാലം മാത്രം നീണ്ടു നിൽക്കുന്ന സ്വഭാവമുള്ള പേപ്പറുകൾ ഏത് രജിസ്റ്ററിലാണ് എൻ്റർ ചെയ്യാത്തത്? അപ്പൊ അല്പകാലം
മാത്രം നിൽക്കുന്ന സ്വഭാവമുള്ളതെന്ന് പറഞ്ഞാൽ എഫിമെറൽ ക്യാരക്ടർ, അല്പായുസ് മാത്രമുള്ള പേപ്പറുകൾ, നൈമിഷികമായ കാലത്തേക്ക് മാത്രം നിൽക്കുന്ന പേപ്പറുകൾ, ഇതൊന്നും എവിടെ രേഖപ്പെടുത്താൻ പാടില്ല, എൻ്റർ ചെയ്യേണ്ടതില്ല, പേഴ്സണൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ ഉദാഹരണത്തിന് ചില അറിയിപ്പുകൾ, അത് ചെറിയ കാലത്തേക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ, അതൊന്നും പി ആറിൽ കയറ്റിയിടേണ്ട ആവശ്യമില്ല. ഇപ്പോ താഴെ പറയുന്നവയിൽ ഏതാണ് പി ആറിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ലാത്തത്? ഇപ്പൊ ഇതിൽ പറഞ്ഞതിന് പ്രകാരം ക്യാഷ് ലീവ് ആണ്. ക്യാഷ് ലീവ് അപേക്ഷകൾ പി ആറിൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. മറ്റതൊക്കെ പി എഫ് ലോണ്, ഏൺ ലീവ് ട്രാൻസ്ഫർ തുടങ്ങിയവയാണ്. അതൊക്കെ ഏൺ ലീവ് ട്രാൻസ്ഫർ തുടങ്ങിയ പേപ്പറുകളാണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പി ആറിൽ എൻറ്റർ ചെയ്യണം. എന്നാൽ ക്യാഷ് ലീവ് ആപ്ലിക്കേഷൻ പി ആറിൽ എൻറ്റർ ചെയ്യേണ്ടതില്ല. ഓക്കെ, അടുത്ത ചോദ്യം. ഈ ചോദ്യം ശ്രദ്ധിക്കണേ. കീഴ് ജീവനക്കാർക്ക് ആശയവിനിമയം നടത്തുന്നതിനപ്പുറം തുടർ നടപടികൾ ഒന്നും ആവശ്യമില്ലാത്ത എല്ലാ സർക്കാർ ഉത്തരവുകളും പേഴ്സണൽ രജിസ്റ്ററിൽ എൻറ്റർ ചെയ്യേണ്ടതില്ല. എന്നാൽ അവ എവിടെയാണ് ഫയൽ ചെയ്യേണ്ടത്? അത് റെക്കോർഡ് ഫയലിൽ ഫയൽ ചെയ്യണം. ചില സർക്കാർ ഉത്തരവുകൾ വന്നിട്ടുണ്ടാവും. ആ സർക്കാർ ഉത്തരവിന്റെ മേലെ തുടർ നടപടികളൊന്നും ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ആ സർക്കാർ ഉത്തരവ് എവിടെ ഫയൽ ചെയ്യണം? റെക്കോർഡ് ഫയലിൽ. ഇങ്ങനെയുള്ള റെക്കോർഡുകളെല്ലാം, ഉത്തരവുകളും ഇതെല്ലാം സൂക്ഷിക്കാൻ ഒരു ഫയൽ ഓഫീസിൽ ഉണ്ടാവും. അതിനാണ് നമ്മൾ റെക്കോർഡ് ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ തുടർ നടപടികൾ ആവശ്യമില്ലാത്ത, ഒരു ആക്ഷൻ വേണ്ടാത്ത ഉത്തരവുകൾ പേഴ്സണൽ രജിസ്റ്റർ ഉൾപ്പെടുത്താതെ റെക്കോർഡ് ഫയലിൽ സൂക്ഷിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഓക്കെ, അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.